എൻ്റെ അച്ഛൻ കർണാടകക്കാരനാണ്. അപ്പോൾ അച്ഛൻ നാട്ടിലൊരു ഗുണ്ടല്ല, നമ്മളിങ്ങനെ ഇപ്പൊ പറയാ വലിയ ആള്, കുറച്ച് ഗ്യാങ്ങിന്റെ ഇതെന്ന് പറയില്ല, അതുപോലത്തെ ഒരാളായിരുന്നു. അപ്പോൾ ഇളയതുമാണ്. അപ്പോൾ അച്ഛൻ നാട്ടിലിങ്ങനെ ഉത്സവപ്പറമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ സിഗരറ്റ് വലിക്കായിരുന്നു. ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇത് ഉത്സവപ്പറമ്പിൽ ഇടുന്ന സിഗരറ്റ് ഒന്നും വലിക്കാൻ പറ്റില്ല എന്നെല്ലാം പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു ഓക്കെ ഫൈൻ. അച്ഛൻ എന്നെ പോലെയാണ്, ഭയങ്കര മര്യാദ ഉള്ള ആളാണ്. അപ്പൊ അങ്ങനെ ഇട്ട് നിലത്തല ചവിട്ടിയിട്ട് ഇതാക്കി ഒരാൾ ഇങ്ങനെ നിന്നിട്ട് വലിക്കുക. അപ്പൊ അച്ഛൻ വിചാരിച്ചു എന്തിനാ ഇങ്ങനെ ചോദിച്ചു അയാളുടെ അടുത്ത് പോയിട്ട് എന്തിനാ ഇവിടെ സിഗരറ്റ് വലിക്കുന്നത്, സിഗരറ്റ് വലിക്കാൻ പറ്റില്ല പറഞ്ഞു. അപ്പൊ അയാൾ സിഗരറ്റ് വലിക്കുന്ന പറഞ്ഞ ഒരു അടി കൊടുത്ത എൻ്റെ അച്ഛൻ. പക്ഷെ പിറ്റേ ദിവസം അറിഞ്ഞത് തല്ലിയത് പോലീസിനെയാണെന്ന്. അങ്ങനെ അച്ഛൻ്റെ 3 ഏട്ടന്മാരും കൂടി നാട് കടത്തി വിട്ട് എൻ്റെ വീട്ടിലേക്കെങ്കിലും പോയി കയറിന്. പോയിട്ട് വന്നത് നീലേശ്വരത്തേക്ക് വന്നതും അമ്മേനെ കാണുന്നതും പിന്നെ ലവ് ആയി. അപ്പൊ ഞാൻ ഈ സാധനത്തെ പരിചയപ്പെട്ട കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത്. അതായത് ഞാനിങ്ങനെ ടിക്ടോക്കിൽ ഇങ്ങനെ വൈറലായി നിൽക്കുന്ന സമയത്ത് എൻ്റെ ബർത്ത്ഡേക്ക് ഒരു വിഷ് വന്നു. പക്ഷെ ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് എനിക്കിങ്ങനെ കുറേ മൊഞ്ചന്മാരെ വീഡിയോസൊക്കെ അയച്ചു തരുന്ന കൂട്ടത്തിൽ ഒരു മൊഞ്ചില്ലാത്ത മൊഞ്ചിനെ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഞാൻ വെറുതെ നോക്കാലോ വെച്ച് പ്രൊഫൈൽ കയറി നോക്കിയപ്പോൾ ഫോളോ ബാക്ക് കണ്ടു. പിന്നെ ഫോളോ ബാക്ക് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഒന്ന് ഫോളോ ചെയ്യാന്ന്. ഞാൻ ഫോളോ ചെയ്തിട്ട് വെറുതെ ഒന്ന് മെസ്സേജ് ചെയ്ത് നോക്കാന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഹാപ്പി ബർത്ത്ഡേ ആമി എന്ന് പറഞ്ഞിട്ട് 2019 മെസ്സേജ് അയച്ചിക്കുക. പിന്നെ ഞാനത് റിപ്ലൈ കൊടുത്തിട്ട് പിന്നെ നമ്മൾ ജസ്റ്റ് ഞാനൊരു ഏട്ടെന്നുള്ള രീതിക്കൊക്കെ സംസാരിച്ച് റെസ്പെക്റ്റ് ഒക്കെ കൊടുത്ത് സംസാരിച്ച് നേരിട്ട് കണ്ടിട്ട് പിന്നെ നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയി നല്ല ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് നമുക്ക് ഉള്ളിൽ കൊണ്ടുവരാൻ പറ്റി. അങ്ങനെ പിന്നെ വിചാരിച്ചു ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് നോക്കാൻ വിചാരിച്ചു. ഫസ്റ്റ് സെക്കൻഡ് മീറ്റിൽ നമ്മൾ വീഡിയോ എടുത്ത് നോക്കാറുണ്ട്. അപ്പൊ ആ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ നല്ല രീതിയിൽ ഒരു അങ്ങനെയല്ല പറഞ്ഞേ, നല്ല പാങ്ങുണ്ട്, എല്ലാവരും നല്ല രസമുണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി വീഡിയോ ചെയ്യാം, കുറച്ചും കൂടി നല്ല രണ്ടാക്കും ഒരു എന്താ പറയാ ഒരു റീച്ച് കിട്ടുന്ന ടൈപ്പായിരുന്നു. പിന്നെ ഞങ്ങൾ ഒന്നിച്ച് വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഡബ് സ്മാഷ് എന്നുള്ള ഒരു ആപ്പിലൂടെയാണ് കേട്ടോ ഞാൻ സോഷ്യൽ മീഡിയ ലൈഫിലേക്ക് വരുന്നത്. ആ സമയത്ത് എന്ന് വെച്ചാൽ ചെറിയൊരു ഫോൺ എൻ്റെ കയ്യിൽ ഉണ്ടായത്, സാംസങ്ങിൻ്റെ ഒരു ചെറിയ ഫോൺ ഉണ്ടായത്. പിന്നെ നമ്മൾ സ്റ്റാൻഡ് എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്റ്റൂൾ ഉണ്ടാവും, അതിൻ്റെ മുകളിൽ ഒരു ബക്കറ്റ് വർക്ക് വെക്കും, അതിൻ്റെ മുകളിൽ വേറെ എന്തെങ്കിലും പെട്ടി വെക്കും, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടല്ല നമ്മൾ വീഡിയോയിൽ ഞാൻ ചെയ്യല്. ഞാൻ 10 കഴിഞ്ഞ ടൈമിൽ എൻ്റെ കൂട്ടുകാരന് എൻ്റെ അടുത്ത് ഫോൺ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊരു ഫോറസ്റ്റ് വഴിയിട്ട് വന്നേ. അങ്ങനെയാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത് തന്നെ. അന്ന് ഡബ് സ്മാഷ് ആയിരുന്നേ. അപ്പോൾ അവൻ എന്നെ കൊണ്ട് നമുക്കിങ്ങനെ ചെയ്ത് നോക്കിയല്ലോ പറഞ്ഞു. അന്ന് കലി സിനിമയത്തെ വിനായകൻ ചേട്ടൻ്റെ ഡയലോഗായിരുന്നു, നീ എന്നെ കച്ചവടം പഠിപ്പിക്കണമെന്ന് ഞാൻ ഒരൊറ്റ കിട്ടി. അങ്ങനെ അവൻ്റെ മോറൊക്കെ പൊളിഞ്ഞ് വായനൊക്കെ ചോര വന്ന് അങ്ങനെ ചോര ഉണ്ടാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഞാൻ വെക്കേഷൻ ആയപ്പോൾ നമ്മുടെ റോട്ടിലൊക്കെ നിറച്ച് കുണ്ടും കുഴിയും വെള്ളം നിറഞ്ഞിരിക്കല്ലേ. അപ്പോൾ ഞാൻ ചുമ്മാ അങ്ങനെ ചൂണ്ടിടുന്ന പോലത്തെ വീഡിയോ ഇറക്കി. അത് ആദ്യം റീച്ചൊന്നും കയറിയില്ല. ആദ്യത്തെ വീക്ക് നോർമലി എല്ലാതിനും പോലെ 40 50 നിന്ന് ഞാൻ എൻ്റെ വീഡിയോസ് ഇങ്ങനെ ഓരോ ഇൻസ്റ്റത്തെ ഓരോ പേജുകൾക്ക് അയച്ചു കൊടുക്കും. അവർ അതുവരെല്ലാം നോക്കിയിട്ടില്ല. ആ വീഡിയോ എന്തോ ഇഷ്ടപ്പെട്ടിട്ട് അവരത് പോസ്റ്റ് ചെയ്ത്. അപ്പോൾ ആ പേജിന് 8000 ഫോളോവേഴ്സ് സംതിങ് ഉണ്ടാവുന്നുള്ളൂ. അവർക്ക് ആ ഒരു വീഡിയോയിൽ ഒരു 1.5 ലക്ഷം റീച്ച് കിട്ടി. അതിൽ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാവരും പ്രൊട്ടസ്റ്റ് ആയിട്ടാണ് എടുത്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോൾ നിറച്ച് പാർട്ടിക്കാരൊക്കെ വീട്ടിൽ മോനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം നാടിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അപ്പോൾ എൻ്റെ ഫസ്റ്റ് വൈറൽ വീഡിയോ എന്ന് വെച്ചാൽ മുടിയാട്ടുന്ന ഒരു വീഡിയോ ആണ്. അതെല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു ടൈറ്റിലും കൂടി വീണിട്ടുണ്ടായിരുന്നു, മുടിയാട്ടി എന്നുള്ളത്. കാരണം ആ ഒരു വീഡിയോ ഞാൻ നല്ലപോലെ ചേഞ്ച് ആയിട്ടുണ്ട്, കാണാനായാലും എല്ലാം ടോട്ടലി ഫുള്ള് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മേ ബി അത് മനസ്സിലാവില്ല, ഞാനാണോ എന്ന് എനിക്കറിയില്ല.
എന്ന് വെച്ചാല് ഭയങ്കര ഫുഡിയാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളവരെ കഴിപ്പിച്ച് അവരൊരു സന്തോഷം പറയില്ലേ, അതാണ് സന്തോഷല്ല, അവരെന്തൊക്കെയാ പറയുന്നത് പറയാൻ പറ്റൂല. അപ്പൊ അതിവിടെ ഞാൻ നല്ല അത്യാവശ്യം കുക്കൊക്കെ ചെയ്യണതാണ്. അപ്പൊ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് ഞാൻ കുക്ക് ചെയ്തതിൽ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇവന്റെ അമ്മേന്റെ ഉമ്മുമ്മ അല്ലെ, വല്യമ്മാന്റെ പുളിങ്കറി. അതന്നെ, അതില് ഉണക്കമീനും മാങ്ങയിലും ഇട്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ കറി. അങ്ങനെയല്ല, പറയുന്നാല് പച്ചമാങ്ങ എടുക്ക. മൊഹബത്തിൽ ഉണർന്നു മലർവനി മുഹമ്മദ് റസൂൽ വരും വഴി. പുളിഞ്ചാറ് മാത്രല്ലോ, അതിന്റെ ചോറും തൈരും പുളിഞ്ചാറും ഉണക്കമുളകും ഉണക്ക മാന്തളും 2 പപ്പടം കുറച്ച് നാരങ്ങച്ചാറും. കിണ്ണെന്ന് പറഞ്ഞ എങ്ങനെ സാധനം അത് മൊത്തം തിന്നു. അപ്പൊ ആക്ച്വലി ഞങ്ങൾ രണ്ടാളും ഫുഡൊന്നും കഴിക്കുന്നില്ല, ഡയറ്റിലാണ്. അപ്പൊ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ, റീച്ച് ആവാൻ വേണ്ടിട്ട്. അല്ല പറ്റേ, അപ്പോൾ നമ്മൾ വീഡിയോന്റെ ക്ലാരിറ്റി നല്ലപോലെ നോക്കും. നല്ല ക്യാമറ വീഡിയോസ് ഒക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ആൾക്കാരെ അട്രാക്ട് ചെയ്യും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നല്ല രസത്തിലുള്ള നല്ല പാങ്ങിലുള്ളതാണെങ്കിലും അതും ആൾക്കാരെ അട്രാക്ട് ചെയ്യും. അല്ലാണ്ട് ഒരിക്കലും എൻ്റെ സംഭവങ്ങളൊന്നും ഞാൻ ഇങ്ങനെ റിയൽ ലൈഫിലുള്ളതൊന്നും കൊണ്ടുവരാറില്ല. പിന്നെ കണ്ടന്റ് മെയിൻ ആയിട്ടുള്ള തമാശയാണ്, തമാശ അല്ലെങ്കിൽ ട്രെൻഡിങ് ഓഡിയോസ്, ട്രെൻഡിങ് മൂവിയിലെ കുറച്ച് ഡയലോഗ്സ്, സീൻസ് അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടർ റോൾസ്, അങ്ങനത്തെ ഒക്കെ ഞാനാക്കുക. ഫാച്ചിന്റെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ടൊക്കെ ക്ലാരിറ്റി, സൗണ്ട്, കണ്ടന്റ്, ഈ 3 കാര്യങ്ങൾ തന്നെ നമുക്കും മെയിൻ ആയിട്ടുള്ള. അത് നമുക്ക് പഠിപ്പിച്ചു കൊടുത്താൽ അതേപോലെ ചെയ്യുന്ന കണ്ട് തോന്നുന്നു. ഞാൻ പിന്നെ ചെക്ക് ചെയ്യാറില്ല, ഇങ്ങനെ ലോക്കലായിട്ടുള്ള ആൾക്കാരെ നമ്മൾ നോക്കാറില്ല. Un día yo voy a ser presidente de la República de Colombia. Plata o plomo. Plata o plomo. Plata o plomo. Yo soy Pablo Emilio Escobar Gaviria. Plata, plata, plata o plomo, plomo, plomo. Plata, plata, plata o plomo, plomo, plomo. Plata, plata, plata o plomo, plomo, plomo. Yo soy Pablo Emilio Escobar Gaviria. പിന്നെയുള്ള കാര്യം എന്താ വെച്ചാൽ ഇവന്റെ വീഡിയോയിലായാലും എൻ്റെ വീഡിയോയിലായാലും മെയിൻ ആയിട്ട് നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്ന സംഭവങ്ങൾ, അല്ലെങ്കിൽ കരയണത്, തേപ്പ് കിട്ടണത്, അല്ലെങ്കിൽ ചതിക്കണത്, അങ്ങനത്തെ ഒക്കെ സംഭവം കൊണ്ടുവരാറുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ അടിയിൽ വരുന്ന കമന്റ്സ് ഒക്കെ നോക്കുമ്പോൾ കുറെ പേര് അതിനെ എഗ്രി ചെയ്യണു, അല്ലെങ്കിൽ അവര് ലൈഫിൽ ഇങ്ങനെയാണ്, ചേച്ചിക്ക് ഇങ്ങനെയാണ്. എനിക്ക് മെസ്സേജ് ആണ് അവരൊക്കെ അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് പറയാണ്. ആൾക്കാരെ തോട്ട് എന്ന് വെച്ചാല് നമ്മൾ എന്ത് കണ്ടന്റ് ചെയ്യുന്നു അതാണ് നമ്മൾ റിയൽ ലൈഫിൽ നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ, അത് തെറ്റിദ്ധാരണ ഉണ്ട്. ശരിക്കും അങ്ങനെയല്ല.